ഒറ്റപ്പാലത്ത് ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കസ്റ്റമേഴ്സിനായി കസ്റ്റമർ സർവീസ് മേള സംഘടിപ്പിച്ചു. ഒറ്റപ്പാലത്തെ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരു സുവർണാവസരം ഒരുക്കി ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഒറ്റപ്പാലം കസ്റ്റമേഴ്സിനായി ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കസ്റ്റമർ സർവീസ് മേള സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം JRJ കോംപ്ലക്സിലെ ഏഷ്യാനെറ്റ് ഓഫീസിൽ നടന്ന മേള BDM സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനനുസരിച്ചുള്ള ഏഷ്യാനെറ്റിൻ്റെ പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള അറിവ്. ഇത്രയും കാലം 33 വർഷത്തോളമായി ഈ നമ്മുടെ കേരളത്തിലെ നമ്പർ 1 ബ്രാൻഡായിട്ട് ഇപ്പോഴും യാത്ര തുടരുന്ന ഈ ഏഷ്യാനെറ്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന എന്തെല്ലാം സംശയങ്ങൾ, അവരെ കേബിൾ TV രംഗത്തായാലും ശരി, അതേപോലെ തന്നെ ബ്രോഡ്ബാൻഡിൻ്റെ കാര്യങ്ങളിലായാലും ശരി, അവർക്ക് അവരുപയോഗിക്കുന്ന സർവീസ് മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ചാനൽ സംബന്ധമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ബില്ലിംഗ് സംബന്ധമായിട്ടുള്ള സംശയങ്ങളായിക്കോട്ടെ, അതിൻ്റെ എല്ലാം ഒരു പരിഹാരം എന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഒറ്റപ്പാലം തിരഞ്ഞെടുക്കാവുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റപ്പാലത്തെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളെ ഏഷ്യാനെറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായ അസോസിയേറ്റും അതേപോലെ തന്നെ സ്റ്റാഫും പിന്നെ അതോടൊപ്പം കസ്റ്റമേഴ്സും, ഇവർ 3 ഡിവിഷൻ എന്നതിലുപരി ഒറ്റക്കെട്ടായി ഒരേപോലെ യാത്ര ചെയ്യുന്ന ഒരു സെൻ്ററാണ് ഒറ്റപ്പാലം. RPO സിറിൽ ടോമി, അസോസിയേറ്റ് അജിത് പ്രഭാകരൻ, ASM അനീഷ്, ACSO ബിനോജ്, അക്കൗണ്ടന്റ് രാകേഷ്, റീജിയണൽ കസ്റ്റമർ കെയർ ഹെഡ് റീചോട്ടി, റീജിയണൽ കസ്റ്റമർ കെയർ ഹെഡ് നിതിൻ, ഏഷ്യാനെറ്റ് കസ്റ്റമർ ഹരികൃഷ്ണൻ C എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് മേള നടന്നത്. ഏഷ്യാനെറ്റിന്റെ പഴയ ഉപഭോക്താക്കൾക്ക് റീകളക്ട് ചെയ്ത് തിരിച്ചു വരുന്നതിന് ഏറ്റവും മികച്ച നല്ല ഓഫറുകൾ മേളയിൽ ഒരുക്കിയിരുന്നു. കൂടാതെ കോംബോ OTT ഉൾപ്പെടെ ഏഷ്യാനെറ്റിന്റെ എല്ലാ ജനപ്രിയ പ്ലാനുകളും കസ്റ്റമേഴ്സിന് അറിയാനും തിരഞ്ഞെടുക്കുവാനും മേളയിലൂടെ സാധിച്ചു.